ഇതൊരു മസ്റ്റ് സീ സിനിമയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ് എന്ന് ഞാൻ പറയും. കാരണം കാശ്മീർ എന്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഇങ്ങനെ നീറി നീറി പുകഞ്ഞുകൊണ്ടിരുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ ചിത്രം. കാശ്മീരിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എങ്ങനെയാണ് ഇത്രയും കാലം വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കുമെല്ലാം ഇന്ധനം പകർന്നുകൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രം. കാശ്മീരിലെ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ച് നിർത്തിയതും അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തിരുന്നതും എന്നുമൊക്കെ ഈ ചിത്രം പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കുവാൻ എങ്ങനെ മനുഷ്യനെ ആയുധമാക്കുന്നു എന്നും ഈ ചിത്രം നമുക്ക് കാണിച്ച് തരുന്നുമുണ്ട്. നമസ്കാരം, അജയ്സ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്ലസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് എനിക്ക് തിയേറ്ററിൽ കാണാൻ കഴിയാത്ത എന്നാൽ ഈയിടയിൽ നെറ്റ്ഫ്ലിക്സിൽ കണ്ട ഒരു ചിത്രത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ റിവ്യൂ താമസിച്ചു പോയി, എനിക്കറിയാം. പക്ഷേ എനിക്കും കാണാൻ കഴിഞ്ഞത് ഈയിടെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. അപ്പോൾ പലരും ചോദിക്കും ഇപ്പോഴാണോ റിവ്യൂ എന്ന് ചോദിച്ചാൽ, ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ചിത്രം കണ്ടത്, അതിപ്പോഴാണ് കണ്ടത്. അതുകൊണ്ടാണ് ചിത്രം കാണാത്തവർക്കായിട്ട് ഞാനിപ്പോൾ ഒരു റിവ്യൂമായി വന്നിരിക്കുന്നത്. സാധാരണ പല ചിത്രങ്ങളെക്കുറിച്ചും പറയുന്നത് പോലെ ഈ ചിത്രവും ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ചരിത്രത്തിലെ ചില സംഭവങ്ങളെ വളച്ചൊടിച്ചിട്ടാണ് ചിത്രത്തിൻ്റെ കഥാഗതി വികസിക്കുന്നത് എന്നൊരു ആരോപണം നിൽക്കുമ്പോഴും ആർട്ടിക്കിൾ 370 പിൻവലിക്കുവാനുള്ള സർക്കാരിൻ്റെ തീരുമാനവും അതിൻ്റെ പിന്നിലെ രഹസ്യ സ്വഭാവമുള്ള അന്തർനാടകങ്ങളും എല്ലാം യഥാർത്ഥ സംഭവഗതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് സംവിധായകനും ചിത്രത്തിൻ്റെ രചയിതാവുമൊക്കെ അവകാശപ്പെടുന്നത്. എന്തായാലും ആ അന്തർനാടകങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കോ പൊതുജനത്തിനോ ഒരിക്കലും സാധാരണഗതിയിൽ അറിയുവാൻ കഴിയില്ല. എന്നാൽ വിശ്വസനീയമായ രീതിയിൽ വളരെ എൻഗേജിംഗ് ആയാണ് ആ ഭാഗമെല്ലാം ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥാകഥന രീതിയാണ് ഈ ചിത്രം പിന്തുടരുന്നത്. അതിന് പിന്തുണ കൊടുക്കുന്ന രീതിയിൽ ചില ഇംഗ്ലീഷ് ചിത്രങ്ങൾക്കുള്ളതുപോലെ 6 ചാപ്റ്ററുകളിലായിട്ടാണ് കഥ വിടരുന്നത്. അതും റിയൽ ആയുള്ള സീക്വൻസ് ഓഫ് ഇവൻസിലൂടെ അതിൻ്റെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും കാശ്മീർ തീവ്രവാദികളുടെയും ഒപ്പം സാധാരണ കാശ്മീർ ജനതയുടെയും ആക്ഷനും റിയാക്ഷനും എല്ലാം ചേർത്ത്. ബുർഹാൻ വാനിയുടെ മരണവും അതിനെ തുടർന്ന് താഴ്വര എങ്ങനെയാണ് അസ്വസ്ഥമാകുന്നത് എന്നിടത്താണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. പിന്നീട് 2019 പുൽവാമ ആക്രമണവും അതിനെ തുടർന്നുള്ള അന്വേഷണവുമാണ്. നന്നായി റിസർച്ച് ചെയ്തിട്ടാണ് ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ക്രിസ്പ് ആൻഡ് കമ്പല്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആദിത്യ ധർ, ആദിത്യ സുഹാസ് ജംഭാലെ, അർജുൻ ധവാൻ, മൊനാൽ താക്കർ, ഇങ്ങനെ 4 പേരും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. കഥാപാത്ര സൃഷ്ടി ആഴവും ആധികാരികതയും കൊണ്ടുവരുവാനായിട്ടുണ്ട്. കഥ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഓരോ നടീനടന്മാരും കാഴ്ചവെച്ചിട്ടുള്ളത്. 2 സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ നട്ടെല്ല്, അല്ലെങ്കിൽ നായകർ എന്ന് പറയാവുന്നത് ഈ 2 സ്ത്രീ കഥാപാത്രങ്ങളാണ്. യാമി ഗൗതം ധർ അവതരിപ്പിക്കുന്ന സൂനി ഹക്സർ, അതേപോലെ പ്രിയാമണിയുടെ രാജേശ്വരി സ്വാമിനാഥൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറിയുടെ കഥാപാത്രവും. ഇവർ 2 പേരുമാണ് ഈ സിനിമയുടെ നട്ടെല്ല്. കാശ്മീർ താഴ്വരയുടെ രാഷ്ട്രീയ ഭൂപടങ്ങളിലും താഴ്വരയുടെ അപകടം നിറഞ്ഞ കയങ്ങളിലൂടെയും നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ഓഫീസറുടെ വേഷം ഗംഭീരമായിട്ടാണ് യാമി ഗൗതം ചെയ്തിരിക്കുന്നത്. യാമിയുടെ ഈ കഥാപാത്രം സൂനി ഹക്സർ അവരുടെ അഭിനയ മികവുകൾ ഭംഗിയായി മികച്ച രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു. മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഖാൻമാരുടെ ഇടയിൽ ഒരു 2ാം നിര താരമായി മാത്രം കഴിഞ്ഞുകൂടേണ്ട ആളല്ല എന്നുകൂടി യാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാമിയുടേത് ഒരു ഇൻറ്റൻസ് പെർഫോമൻസ് ആണ്. ഒപ്പം പ്രിയാമണിയുടെ രാജേശ്വരി സ്വാമിനാഥനും. പ്രിയാമണിയും ഫാമിലി മാനിന് ശേഷം ഹിന്ദി പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയാകുന്നു എന്ന് വേണം കരുതുവാൻ. പ്രധാനമന്ത്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി എന്താണോ ആ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അതും ഒട്ടും കുറയാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് പ്രിയാമണിയുടേത്. പ്രിയാമണിയെ നമുക്ക് വേണമെങ്കിൽ ഒരു നോ നോൺസെൻസ് വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സിറ്റുവേഷനും എത്ര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് ആ കഥാപാത്രം നേരിടുന്നത്. ഈ 2 സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ തോക്ക്, മറ്റൊരാളുടെ കയ്യിൽ പേപ്പേഴ്സ് അഥവാ ഔദ്യോഗിക രേഖകൾ. ഇവർ തമ്മിലുള്ള ഒരു ബന്ധവും അതിനിടയിലൂടെ എങ്ങനെയാണ് സർക്കാർ പാർലമെൻറ്റിലും കാശ്മീർ താഴ്വരയിലും അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 എന്ന ലാൻഡ്മാർക്ക് ബില്ല് അവതരിപ്പിക്കുന്നതെന്നതും അതും അത്യന്തം രഹസ്യാത്മകമായ നീക്കങ്ങളിലൂടെ അത് പാസാക്കി എടുക്കുന്നതെന്നും എല്ലാം എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രധാനമന്ത്രിയായി പഴയ രാമായണം സീരിയലിലെ അരുൺ ഗോവിൽ,
അതുപോലെ കിരൺ കർമാർക്കറുടെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയ അഭിനേതാക്കൾ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. അവാർഡ് വിന്നിംഗ് സംവിധായകൻ ആദിത്യ സുഹാസ് ജംബാലയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോർ ആക്ഷനും അതുപോലെ ഇൻഡോർ പൊളിറ്റിക്കൽ ആക്ഷനും ഒരേപോലെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ചിത്രം തയ്യാർ ചെയ്തിരിക്കുന്നത്. ചിത്രം ഒരു എൻഗേജിങ് ത്രില്ലർ തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ അങ്ങനെയും വിശേഷിപ്പിക്കാം. ഇങ്ങനെ ചരിത്രത്തിന്റെ പിൻബലത്തോടെ നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങളെ, അതിപ്പോൾ ഒരു ബയോപിക് ആയാലും ആർട്ടിക്കിൾ 370യുടെ അബ്രഗേഷൻ ആയാലും, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സംഭവങ്ങളെ തന്നെ ആശ്രയിച്ചായിരിക്കണം ആ ചിത്രം നിർമ്മിക്കപ്പെടേണ്ടത് എന്ന് നമുക്ക് വാശി പിടിക്കാനാവുകയില്ല. നേരെ മറിച്ച് എന്തായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നതിനെ അധികം പൊടിപ്പും തൊങ്കലുകളും ഇല്ലാതെ കാണികൾക്ക് മുമ്പിൽ സത്യസന്ധമായി എത്തിക്കുക എന്നതായിരിക്കണം ഒരു സംവിധായകന്റെ ചുമതല. ആദിത്യ സുഹാസ് ജംബാലെ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പേട്രിയോട്ടിസം നന്നായി വിറ്റുപോകുന്ന ഒരു വികാരമാണെങ്കിലും ആ വികാരത്തെ ഒട്ടും ഓവറാക്കാതെ കൃത്യമായ അളവിൽ ചേർത്തുകൊണ്ടുള്ള സംവിധാന മികവാണ് ചിത്രത്തിന്റെ എടുത്തു പറയേണ്ടുന്ന ഒരു മേന്മ. ഇതൊരു മസ്റ്റ് സീ സിനിമയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ് എന്ന് ഞാൻ പറയും. കാരണം കാശ്മീർ എന്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരുന്നത് എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ ചിത്രം. കാശ്മീരിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എങ്ങനെയാണ് ഇത്രയും കാലം വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കുമെല്ലാം ഇന്ധനം പകർന്നുകൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു നേർചിത്രം. കാശ്മീരിലെ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ച് നിർത്തിയതും അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തിരുന്നതും എന്നുമൊക്കെ ഈ ചിത്രം പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കുവാൻ എങ്ങനെ മനുഷ്യനെ ആയുധമാക്കുന്നു എന്നും ഈ ചിത്രം നമുക്ക് കാണിച്ച് തരുന്നുമുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത് ഈ ചിത്രം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കാശ്മീരിൻ്റെ മുറിവേറ്റ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ എന്നാൽ തിരുത്തപ്പെടേണ്ടുന്ന ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് ഈ ചിത്രം. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം അതിനോട് പരമാവധി നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.